പൊതുവെ കേരളം അറിയപ്പെടുന്നത് വ്യവസായങ്ങളുടെ ശ്മശാനം എന്നാണ്. ഒരു വ്യവസായവും കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്നാണ് പൊതുവെ രാജ്യം വിലയിരുത്തുന്നത്. ഇവിടെ ക്ലച്ച് പിടിക്കുന്ന ചില വ്യവസായങ്ങളുണ്ട്, അതാകട്ടെ പുറത്തു പറയാൻ കൊള്ളുന്നതുമല്ല. പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സ്വകാര്യ സ്ഥാപനങ്ങളുടെ കഥയാകട്ടെ വളരെ വിചിത്രവും പരിതാപകരവുമാണ്. പല സ്വകാര്യ വ്യവസായങ്ങളും കേരളത്തിൽ നിന്ന് കുറ്റിയും പറിച്ച് രക്ഷപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ കിറ്റക്സിൻ്റെ കാര്യത്തിൽ പോലും. അതിനു മുമ്പ് വി-ഗാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ കേരളം ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ അപൂർവം ചില കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഇടപെടലുകളുടെ ഫലമായി അപൂർവം ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് HMT, ഹിന്ദുസ്ഥാൻ മിഷൻസ് ആൻഡ് ടൂൾസ് എന്ന സ്ഥാപനം. ഇത് കൊച്ചിയിൽ കളമശ്ശേരി, എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഈ സ്ഥാപനത്തിൽ ഒരു വലിയ നെറികേട് നടന്നു. മറ്റൊന്നുമല്ല, ഈ HMTയിലേക്കുള്ള കറണ്ട്, വൈദ്യുതി കേരള സർക്കാരിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന കമ്പനി കട്ട് ചെയ്തു, റദ്ദാക്കി. കാരണം പറയുന്നത് കുടിശ്ശിക, വൈദ്യുത കുടിശ്ശിക ഉണ്ട്, ബില്ല് കുടിശ്ശികയാണ്, അത് അടച്ചില്ല എന്ന കാരണമാണ് പറയുന്നത്. എന്നാൽ HMT അധികൃതരും അവിടുത്തെ യൂണിയൻ നേതാക്കളും പറയുന്നത് മറ്റൊരു കഥയാണ്. അവിടെ ഈ KSEB കുറച്ച് ഭൂമി ആവശ്യപ്പെട്ടു. HMTയുടെ കൈവശമുള്ള ഇതിൽ നിന്ന് കുറച്ച് ഭൂമി വേണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ വില കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കാരണം അത് മുടങ്ങി. ആ ഭൂമി ഈ HMT KSEBക്ക് കൈമാറിയില്ല. അതിന്മേലുള്ള വിരോധം തീർത്തതാണ് ഈ KSEBയുടെ നടപടി എന്നും അവിടുത്തെ ജീവനക്കാരുടെ സംഘടനകളും തൊഴിലാളി യൂണിയനുകളും ചില ആൾക്കാരും HMTയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരും വ്യക്തമാക്കുന്നു. അതായത് ഇത് 2007 സംഭവിച്ചതാണ് കുടിശ്ശിക. അന്ന് ഭീമമായ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഏതാണ്ട് 14 കോടി രൂപയാണ് അന്ന് കുടിശ്ശിക ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റ് ചർച്ചകളൊക്കെ നടന്ന് ഒടുവിൽ 11 കോടി രൂപ അടച്ചാൽ മതി എന്ന ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയും അത് തന്നെ പിന്നെ ഒരു 8.5 കോടി രൂപ മൂലധന കുടിശ്ശികയും 2.5 കോടി രൂപ പലിശയുമായിട്ട് വിഭജിച്ച് ധാരണയായി. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ പലിശ തുക 5 തുല്യ തവണകളായി അടയ്ക്കാൻ തീരുമാനമായി. അതിൻ പ്രകാരം 8.5 കോടി രൂപ മൂലധന കുടിശ്ശിക 2008 മാർച്ചിൽ തന്നെ പൂർണ്ണമായിട്ടും KSEBക്ക് അടച്ചതായിട്ടാണ് ഈ HMTയിലെ യൂണിയൻ, വിവിധ ജീവനക്കാരുടെ യൂണിയനുകൾ ഉണ്ടല്ലോ, ആ യൂണിയനുകളുടെ നേതാക്കൾ പറയുന്നത്. BMS, INTUC തുടങ്ങിയ യൂണിയനുകളുടെ എല്ലാം നേതാക്കൾ ഇക്കാര്യം ശരിവെക്കുന്നു. ശേഷിച്ച പലിശ തുക 2.5 കോടി രൂപ പലിശ തുകയുണ്ട്. അത് 50 ലക്ഷം രൂപ തൊട്ടടുത്ത മാസം തന്നെ അടയ്ക്കാൻ കമ്പനി തയ്യാറായെങ്കിലും പലിശ തുകയ്ക്ക് പകരം ഭൂമി കൈമാറണം എന്ന വ്യവസ്ഥയാണ് KSEB മുന്നോട്ട് വച്ചത്. തുടർന്ന് അതിൻ്റെ അനുമതി ലഭിക്കുന്നതിനായിട്ട് ഹെഡ് ഓഫീസിലും ഒക്കെ ബന്ധപ്പെട്ടു. സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് HMT KSEBയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്ഥലത്തിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ ഒരു ധാരണ ഉണ്ടായില്ല. ആ ധാരണ വൈകിയപ്പോൾ നടപടിക്രമങ്ങളുടെ വീഴ്ചയുണ്ടായി. അങ്ങനെ ഈ വിഷയം, ഈ പലിശ ഇനത്തിൽ അടയ്ക്കാനുള്ള തുക അടയ്ക്കാതെ അത് കുട്ടിയിട്ട് അല്ലെങ്കിൽ അത് കുടിശ്ശികയായി കിടന്നു. അത് 50 ലക്ഷം രൂപ ഈ പലിശ തുക അടയ്ക്കാനുണ്ട് ആദ്യത്തെ ഗഡു. അതിന് പകരമാണ് ഈ ഭൂമി ആവശ്യപ്പെട്ടിരുന്നത്. ആ കാര്യം അവിടെ ഈ ഭൂമിയുടെ വില നിർണ്ണയിക്കുന്ന കാര്യത്തിൽ തട്ടി അത് തടസ്സപ്പെട്ടു. എന്നാൽ തുടർ മാസങ്ങളിലെ ബില്ലുകളിൽ മുൻകൂർ തുകയായി ഈ പലിശ തുക KSEB
ക്രമീകരിച്ചതായിട്ട് യൂണിയൻ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് വലിയ വിഷയമായത്. മുമ്പ് 70 ഏക്കർ ഭൂമി വിറ്റ് HMT അതിന്റെ കടങ്ങളെല്ലാം തീർത്തിരുന്നു. അത് കാരണം തന്നെ ഈ കുടിശ്ശിക തീർക്കുന്നതിൽ HMTക്ക് മനഃപൂർവമായ ഒരു കാലതാമസം വരുത്തിയിട്ടില്ല. പകരം KSEBയുമായിട്ട് ഈ കുടിശ്ശിക തുകയുടെ പലിശ അടയ്ക്കുന്നതിൽ, അതിന്റെ ആദ്യത്തെ ഗഡു അടയ്ക്കുന്നതിൽ വന്ന വീഴ്ചകളാണ്, അല്ലെങ്കിൽ അതിൽ വന്ന പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായത്. ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത് ഇവിടെ ഈ വസ്തു, ഈ പണത്തിന് പകരം വസ്തു കൊടുക്കണം, അതിന്റെ വില നിർണയിക്കാം, ആ ചർച്ചയാണ് അലസിപ്പോയത്. ഇതിന്റെ പേരിൽ പിന്നീട് കാലങ്ങളായിട്ട് പല വിഷയങ്ങളും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഇതിന്റെ പേരും പറഞ്ഞ് ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ കറണ്ട് കട്ട് ചെയ്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് HMTയെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. HMTക്കാകട്ടെ പല കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വലിയ വലിയ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലെയുള്ള കമ്പനികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ പ്രോജക്റ്റുകളുമായിട്ട് വരികയാണ്. അതുപോലെ മറ്റ് പല കമ്പനികളും ഇന്ന് വിദേശ കമ്പനികളടക്കം ഇന്ത്യയിൽ വന്ന് പല സാധനങ്ങളും ഇവിടെ നിർമ്മിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. അതിനൊക്കെ വേണ്ട സ്പെയർ പാർട്സുകൾക്ക് അവർ HMT പോലെയുള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. വലിയ വലിയ ഓർഡറുകൾ HMTക്ക് ലഭിച്ചിട്ടുണ്ട്. സമയത്തിന് വൈദ്യുതി കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും നടക്കാതെ പോകും, ഒന്നും തന്നെ ചെയ്യാനാകില്ല. ഈ ഓർഡറുകൾ ലാപ്സ് ആകും, ഭീമമായ നഷ്ടം HMTക്ക് ഉണ്ടാകും. പറഞ്ഞ സമയത്തിന് സാധനങ്ങൾ നിർമ്മിച്ചു കൊടുത്തില്ലെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം വേറെ കൊടുക്കേണ്ടി വരും. HMT വലിയ പ്രതിസന്ധിയിലാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് നമ്മുടെ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ ഇടപെട്ട് KSEBയെ വരുതിക്ക് നിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം കൂടി നമുക്ക് നഷ്ടമാകും. അത് ഈ പറഞ്ഞതുപോലെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കും എന്നൊക്കെ ജീവനക്കാരുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ഇപ്പോൾ HMTയെ സംബന്ധിച്ചിടത്തോളം HMT തിരിച്ചുവരവിന്റെ പാതയിലാണ്. ആ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് HMT പോലൊരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് മറിച്ച് ചിന്തിക്കണം എന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇത് സ്ഥാപനത്തെ മാത്രമല്ല, അവിടുത്തെ ക്വാർട്ടേഴ്സിലേക്കുമുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും താമസിക്കുന്നത് ക്വാർട്ടേഴ്സുകളിലാണ്. അവർക്കും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് KSEBയുടെ നടപടി.